കോതമംഗലത്തെ 23 വയസ്സുകാരിയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്ത് റമീസ് അറസ്റ്റിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റിൽ നിന്ന് ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനും പോലീസിന് തെളിവ് ലഭിച്ചു. റമീസിന്റെ വീട്ടുകാരെയും കേസിൽ പ്രതി ചേർക്കും. മതം മാറാൻ ആവശ്യപ്പെട്ട് റമീസ് യുവതിയെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണം. ഒരു വർഷം കഴിയുമ്പോൾ ജാതി മാറി കല്യാണം, ഇവിടെ എൻഗേജ്മെൻറ്റ് പരിപാടി, ഞങ്ങളുടെ അവരുടെ രീതിക്ക് കല്യാണം, അവിടെ അത് കഴിഞ്ഞിട്ട് കല്യാണം. അതെല്ലാം തീരുമാനമായിട്ട് നിൽക്കുമ്പോഴാണ് ഇവനെ ലോഡ്ജിൽ നിന്ന് പിടിക്കുന്നത്. വേറൊരു പെൺകുട്ടിയായിട്ട് ലോഡ്ജിൽ നിന്ന് പിടിച്ച് അനാശാസ്യത്തിന് പിടിച്ചു. അങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഇനി ഞാൻ ജാതി മാറില്ല എന്ന് പറഞ്ഞു. ജാതി മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അവൻ്റെ ഉമ്മയുടെ മാപ്പയുടെ അടുത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൻ ഇങ്ങനെ പിടിച്ചു, ഇനി ഞാൻ ജാതി മാറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്തിനും ഞാൻ ജാതി മാറണേ, അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരുടെ വീട്ടുകാർ അപ്പം തന്നെ അവർക്ക് ദേഷ്യം വന്നു. ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന് അവൾ കർശനമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞ് അവൾ അതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. റമീസിൻ്റെ കൂടെ പോയി. അപ്പോഴത്തേക്കും വീട്ടിലേക്കാണ് പോയത്. രാത്രി 8:30-9 മണിയായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു എടി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുക, അങ്ങനെയാക്കാന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞുകൊണ്ട് വിളിക്കും എന്നെ. മൂവാറ്റോടി വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കും, തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നാൽ തടിച്ചെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് അവൾ ചേട്ടാ നീ എന്തിനാണ് അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല. രജിസ്റ്റർ ചെയ്യിക്കാം, വീട്ടിൽ ആലുവയിൽ പേപ്പറൊക്കെ ശരിയാക്കിയിട്ടെന്നും പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ടു. പൊന്നാനി കാറൊക്കെ കൊണ്ടുവന്ന് 2 മാസം കഴിഞ്ഞിട്ട് നിൻ്റെ വീട്ടുകാരെ അറിഞ്ഞാൽ മതി. മോള് തന്നെയല്ലേ ഉള്ളൂ, അവൾ പേടിച്ചു പോയി. അതിൻ്റെ ഉള്ളിലിരുന്ന് മുറിയിൽ അടച്ചപ്പോൾ ഇവനും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ മോളെ നിൻ്റെ ആങ്ങളോട് സംസാരിച്ച് ശരിയല്ല, മതം മാറാതെ രജിസ്റ്റർ ചെയ്യിക്കാമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നും അവളെ സമ്മർദ്ദത്തിൽ അവരെ വീട്ടുകാർ ആക്കിക്കൊണ്ടിരുന്നു. അവർ നമ്മളോട് പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല ഒരിക്കലും. റമീസിന്റെ അറസ്റ്റിന് പിന്നാലെ കുടുംബം മുങ്ങിയെന്ന സംശയം. പിതാവിന്റെ ഫോണടക്കം സ്വിച്ച് ഓഫ് ആണ്. വിവരങ്ങളുമായി ലാൽ കൃഷ്ണനും റാഫി കരീമും ചേരുന്നുണ്ട്. റാഫി കരീം ചേരുന്നത് ഈ പ്രതിയുടെ വീട്ടിൽ നിന്നാണ്. ആദ്യം ലാൽ കൃഷ്ണനിലേക്കാണ്. ലാൽ, പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട്? ഈ കുടുംബം ഉന്നയിക്കുന്ന പരാതികളിൽ എന്തൊക്കെ സ്ഥിരീകരണം പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട്? ലാൽ, ഗുരുതരമായ ആരോപണമാണ് 23-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതായത് മതപരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണപ്പെട്ട കാര്യം. അതുകൂടാതെയാണ് പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന കാര്യം കൂടി പറയുന്നത്. മതപരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിയായ റമീസിൻ്റെ വീട്ടിൽ പൂട്ടിയിട്ട് ഒരു ഘട്ടത്തിൽ മർദ്ദനമുണ്ടായി എന്ന കാര്യം ഈ കൂട്ടുകാരിയും പറയുന്നുണ്ട്. അതായത് കൂട്ടുകാരിയോട് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 23-കാരി തന്നെ വെളിപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും. ശാരീരികമായി ഉപദ്രവിച്ചു, മർദ്ദിച്ചു. ഒരു ഘട്ടത്തിൽ രജിസ്റ്റർ മാരേജിന് ശേഷം കുടുംബവുമായി ഒത്തുപോകുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് തോന്നുകയാണെങ്കിൽ മതപരിവർത്തനത്തിന് തയ്യാറാണ് എന്ന തീരുമാനത്തിലേക്ക് ഈ പെൺകുട്ടി എത്തിയിരുന്നു. പക്ഷേ അതിന് ഈ പയ്യൻ്റെ വീട്ടുകാർ, റമീസിൻ്റെ വീട്ടുകാരും റമീസും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം, അല്ലാതെ പറ്റില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നിരുന്നു. പക്ഷേ പെൺകുട്ടി അതിന് തയ്യാറായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ സാഹചര്യങ്ങളെല്ലാം മോശമായതിനെ തുടർന്നാണ് പെൺകുട്ടി തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി കഴിഞ്ഞ ദിവസം തന്നെ പോലീസിനോട് പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായൊരു മൊഴിയെടുപ്പ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുമുണ്ട്. പക്ഷേ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ ചാറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയും റമീസും തമ്മിലുള്ള ചാറ്റുകളിലുള്ള പ്രധാന സൂചന എന്ന് പറയുന്നത് തന്നെ ഇവർ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. വിവാഹം വാഗ്ദാനം നൽകി അതിനോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ മതപരിവർത്തനം ചെയ്യാതെ ഇക്കാര്യങ്ങൾ പറ്റില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഉടലെടുക്കുന്നതും ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. നിർബന്ധിതമായി മതപരിവർത്തനം നടത്തണം എന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് ആരോപിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബമാണ്. പക്ഷേ കൂട്ടുകാരികൾ പറയുന്ന അത്തരത്തിലുള്ള സംഭവങ്ങൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ വിശദമായൊരു അന്വേഷണം ആവശ്യമായി നടക്കേണ്ടതാണ്. പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, അതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നീ വകുപ്പുകളാണ് പോലീസ് പ്രധാനമായിട്ടും ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം റമീസിൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ എന്തെല്ലാം വിവരങ്ങൾ ലഭ്യമാകും എന്നതറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് കുടുംബവുമായി പെൺകുട്ടി സംസാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ഒരു കൂട്ടുകാരിയുമായിട്ടാണ്. ആ കൂട്ടുകാരിയിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ ഉദ്ദേശിക്കുന്നത്.